ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ ഒരു തളയമീൻ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ. വാളമീൻ ചിലർ പറയും. ഇത് നന്നായിട്ടും അതിൻ്റെ കച്ചറ കളഞ്ഞ് വൃത്തിയാക്കി ഇത്തിരി സുർക്കയിലിട്ടേക്കുക മുറിച്ചതിന് ശേഷം. എന്നിട്ട് വരിക ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉളുപ്പ് മണക്കാണ് പോയി കിട്ടും. എന്നിട്ട് 1.25 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുക, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇത്തിരി എന്താ പറയുക 1/4 സ്പൂൺ മല്ലിപ്പൊടി കൂടുതലിട്ട് പിന്നെ കുരുമുളക് പൊടി, പിന്നെ ചെറുനാരങ്ങയുടെ നീര്, ഉപ്പ്, ഇത് മാത്രം മതി. നന്നായിട്ട് മസാല നന്നായി തേച്ച് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ദശമുള്ള മീനായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് എന്ന് പറഞ്ഞ മാതിരി തന്നെ. പിന്നെ ചെയ്യാത്തവർ ചെയ്ത് ഇതാക്കി തരും, സപ്പോർട്ടാക്കി തരും. പിന്നെ നിങ്ങളൊക്കെ ഇതുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് കാണണം എന്നുള്ള തോന്നുള്ളൂ. നിങ്ങൾ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് കാണാൻ തോന്നുള്ളൂ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അടിപൊളി ടേസ്റ്റുള്ള മീൻ വറുത്താണ്. ഈ രീതി സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റ് ഒരു കുറവുമില്ല. നല്ല രസം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഇന്നലത്തെ ലഞ്ചാണത്. പിന്നെ രസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, തക്കാളി കൂട്ടാനായിരുന്നു. തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ച്, പച്ചമുളക് 2-3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. എന്നിട്ട് അതിൽ 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക്, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മൂടി വെക്കുക.